ക്കുന്നത് ഒരു എംപ്ലോയി ലിസ്റ്റാണ്. എംപ്ലോയി ലിസ്റ്റിൻ്റെ അകത്ത് എംപ്ലോയി നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ജോയിൻ ഡേറ്റ്, സ്റ്റാറ്റസ് ഇത്രയും കോളാണുള്ളത്. ആദ്യമായിട്ട് നമുക്കിവിടെ റോയിനെ എങ്ങനെ ഫ്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂ ടാബിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ വ്യൂ ടാബ്. സോ വ്യൂ ടാബിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീസ് പെയിൻസ് നമുക്കിവിടെ കാണാം. ഫ്രീസ് പെയിൻസ്. സോ ഇതാണ് നമ്മൾ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റോ അല്ലെങ്കിൽ കോളം, ബോത്ത് റോസ് ആൻഡ് കോളംസ് എല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ട് ഞാൻ ഈ റോയിനെയാണ് ഫ്രീസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീസ് ടോപ്പ് റോ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീസ് ടോപ്പ് റോ, അത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് അവിടെ പോയിട്ട് ഫ്രീസ് ടോപ്പ് റോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഫസ്റ്റത്തെ റോ അതുപോലെ തന്നെ ഫ്രീസായി നിൽക്കുന്നുണ്ട്, അത് മാറുന്നുണ്ടാവില്ല അല്ലേ? ആ എംപ്ലോയി നമ്പർ നിങ്ങൾ എത്ര താഴത്തോട്ട് പോവുകയാണെങ്കിലും ഫസ്റ്റത്തെ റോയിലുള്ള നമ്മുടെ എംപ്ലോയി നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെയുള്ള കോളം നെയിംസ് അതുപോലെ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് നമ്മൾ റോയിനെ ഫ്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമുക്ക് കോളത്തിനെ എങ്ങനെ ഫ്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എംപ്ലോയി നമ്പർ വെച്ചിട്ട് ഈ കോളത്തിനെ ഒന്ന് ഫ്രീസ് ചെയ്താലോ? ഓക്കെ, ഇവിടെ തന്നെ പോയിട്ട് ഫ്രീസ് പെയിൻസിൽ നമുക്ക് ഇതുപോലെയുള്ള ലാസ്റ്റ് ഓപ്ഷൻ കാണാം, ഫ്രീസ് കോളംസ്. നമ്മളവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലേ? ബാക്കി കോളംസിലൂടെയൊക്കെ മൂവ് ചെയ്താലും ഫസ്റ്റ് കോളം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. ഓൾറൈറ്റ്, ദെൻ നമുക്കൊരു റോയും കോളവും രണ്ടും ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ എനിക്ക് ഈ എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞ കോളവും അതുപോലെ ഈ ഒരു ഫസ്റ്റ് റോ ഇതുപോലെ ഇവിടെ ഫ്രീസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള ആ പെർട്ടിക്കുലർ സെല്ല്. ഓക്കെ, ഇവിടെ ഞാൻ B2 അപ്പോഴാണ് B2 ആണ് ഈ എ എന്ന് പറഞ്ഞ കോളത്തിനോടും അതുപോലെ 1 എന്ന് പറഞ്ഞ റോയോടും ഏറ്റവും അടുത്ത് കിടക്കുന്നത് B2 ആണ്. സോ B2 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രീസ് പെയിൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് പെയിൻസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഫ്രീസ് പെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ടും വന്നു, റോവും അതുപോലെ തന്നെ കോളംസും, രണ്ട് റോസ് ആൻഡ് കോളംസ് ബോത്ത് വി ക്യാൻ ഫ്രീസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലേ? നമുക്കവിടെ റോ ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത് കാണാം, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കോളം ഫ്രീസ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണാം. അല്ലേ, കാണുന്നില്ലേ? നമുക്ക് റോസും കോളംസും ഫ്രീസായി. ഓക്കെ, ഒന്നുകൂടി പറയാം, നമുക്ക് കോളംസും റോസും ഒരുമിച്ച് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ രണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫ്രീസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആണ് ഫ്രീസ് ചെയ്തത്. എനിക്ക് ഫസ്റ്റ് രണ്ട് റോയും അതുപോലെ തന്നെ ഫസ്റ്റ് രണ്ട് കോളംസും ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് സി ഇവിടെയാണല്ലേ. ഫസ്റ്റത്തെ രണ്ട് റോ എന്ന് പറഞ്ഞാൽ ഇതും ഈ 1012 എന്ന് പറഞ്ഞ ഈ എംപ്ലോയി നമ്പറിൻ്റെ ഡീറ്റെയിൽസും അവിടെ അതുപോലെ തന്നെ നിൽക്കണം. അതുപോലെ എംപ്ലോയി നമ്പറും ഡിപ്പാർട്ട്മെൻറ്റും നിൽക്കണമെങ്കിൽ ഇതാണ് അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് C3. സോ അവിടെ പോയിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നില്ലേ, 1-2 റോസ് മാറുന്നേ ഇല്ല, അതുപോലെ തന്നെ നിൽക്കും. അതുപോലെ എംപ്ലോയി നമ്പർ ഡിപ്പാർട്ട്മെൻറ്റും ഫ്രീസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്